കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനം കേരളത്തിന്റെ ചുമതലയുള്ള പ്രഭാരി പ്രകാശ് ജാവ്ദേക്കറുടെയും സഹപ്രഭാരിയുടെയും മറ്റ് നേതാക്കളുടെയും സാന്നിധ്യത്തിൽ ചേർന്ന കോർ കമ്മിറ്റി യോഗത്തിലാണ് മുന്നോട്ടുവച്ചത്. നേതാക്കളുടെ സാന്നിധ്യത്തിൽ രാജീവ് ചന്ദ്രശേഖർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ശേഷം ഇന്ന് തിരുവനന്തപുരത്ത് നടന്ന സംസ്ഥാന കൗൺസിലിലാണ് രാജീവ് ചന്ദ്രശേഖറിനെ സംസ്ഥാന അധ്യക്ഷനായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. മാസങ്ങൾ നീണ്ട അഭ്യൂഹങ്ങൾക്കൊടുവിലാണ് മുതിർന്ന നേതാക്കൾക്ക് പകരം ടെക്നോക്രേറ്റായ രാജീവ് ചന്ദ്രശേഖറിനെ BJP അധ്യക്ഷനാക്കിയത്. പാർട്ടിയുടെ അടിസ്ഥാന വോട്ടുകൾക്കപ്പുറം യുവാക്കളെയും പ്രൊഫഷണലുകളെയും കൂടി ആകർഷിക്കാൻ ലക്ഷ്യമിട്ടാണ് രാജീവിനെ അധ്യക്ഷ പദവിയിലേക്ക് കൊണ്ടുവരുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ മികച്ച പ്രകടനം കൂടി കാഴ്ചവെച്ചത് പരിഗണിച്ചാണ് BJP കേന്ദ്ര നേതൃത്വം രാജീവ് ചന്ദ്രശേഖറിന്റെ പേര് പ്രസിഡന്റായി നിർദ്ദേശിച്ചത്. ദൈനംദിന പാർട്ടി പ്രവർത്തനങ്ങളിൽ സജീവമായി ഇടപെടുന്നയാളാണെന്നും കൈവച്ച മേഖലകളിൽ ഉജ്ജ്വല വിജയം നേടിയ വ്യക്തിയാണ് രാജീവെന്നും സ്ഥാനമൊഴിഞ്ഞ മുൻ പ്രസിഡന്റ് K. സുരേന്ദ്രൻ പ്രശംസിച്ചു. രാജീവിന്റെ നേതൃത്വത്തിൽ കേരള BJP മുന്നോട്ട് കുതിക്കുമെന്നതിൽ നേതാക്കൾക്കും പ്രവർത്തകർക്കും ഉറപ്പുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. കേരളത്തിലെയും കേന്ദ്രത്തിലെയും പ്രമുഖ നേതാക്കളുടെ സാന്നിധ്യത്തിൽ പ്രൗഢഗംഭീരമായ സദസ്സിലായിരുന്നു ഔദ്യോഗിക പ്രഖ്യാപന ചടങ്ങുകൾ നടന്നത്. സി മലയാളം ന്യൂസ്, തിരുവനന്തപുരം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.